നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ പ്രതിസന്ധിയിലാക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് എയർ ഇന്ത്യ. കമ്പനിയുടെ ബുക്കിംഗ് പോർട്ടലിൽ വരുന്ന വിവരം അനുസരിച്ച് ബുക്കിംഗുകൾ റദ്ദാക്കുകയോ റീഷെഡ്യൂൾ ചെയ്യുകയോ ചെയ്യപ്പെട്ടേക്കാം. 2023 മാർച്ച് 24 മുതൽ ലണ്ടനിൽ നിന്ന് കൊച്ചിയിലേക്ക് നേരിട്ടുള്ള ഫ്ലൈറ്റിലെ ബുക്കിംഗുകൾക്കാണ് ഇത്തരത്തിൽ സാധ്യത കണക്കാക്കപ്പെടുന്നത്. ഈ തീയതിക്ക് ശേഷം ബുക്ക് ചെയ്തവർക്കെല്ലാം മാർച്ച് 24 ശേഷം ലണ്ടനിൽ നിന്നും കൊച്ചിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് റദ്ദ് ചെയ്തതായി ബുക്കിംഗ് ഏജന്റുമാരിൽ നിന്നും ഇമെയിൽ സന്ദേശങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. റദ്ദാക്കിയ വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് മുഴുവൻ തുക മടക്കി നൽകുകയോ അല്ലെങ്കിൽ മുംബൈ ഡൽഹി വഴിയുള്ള വിമാനത്തിൽ ടിക്കറ്റ് നൽകുകയോ ചെയ്യുമെന്നാണ് അറിയിപ്പ്. ഔദ്യോഗിക പ്രഖ്യാപനം ഒന്നും നടത്താത്ത സ്ഥിതിക്ക് എയർ ഇന്ത്യ വരുത്തിയ ഈ മാറ്റങ്ങൾ യുകെയിലെ മലയാളികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഷെഡ്യൂളിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ മൂലമാണ് ഇപ്പോൾ വിമാന സർവീസ് റദ്ദാക്കിയത് എന്നാണ് വിവരം. ഇക്കാര്യത്തിൽ എയർലൈൻസിൽ നിന്നും വ്യക്തമായ ഒരു അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല. നിലവിൽ ലണ്ടനും കൊച്ചിക്കും ഇടയിൽ നേരിട്ടുള്ള സർവീസ് നടത്തുന്നത് എയർ ഇന്ത്യ മാത്രമാണ്. നിലവിൽ ആഴ്ചയിൽ 3 ദിവസമാണ് ഈ സർവീസ് ഉള്ളത്. ബുധൻ, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ 10 മണിക്കൂർ എടുക്കുന്ന ഈ സർവീസ് യുകെയിലുള്ള മലയാളികൾക്ക് രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഏറ്റവും എളുപ്പമാർഗം കൂടിയായിരുന്നു. സ്റ്റോപ്പ് ഓവർ ഇല്ലാത്തതിനാൽ യാത്രയ്ക്കായി കൂടുതൽ സമയം പാഴാക്കേണ്ടിയിരുന്നില്ല. ലണ്ടൻ ടു കൊച്ചി വിമാനത്തിന് പുറമെ ലണ്ടൻ ടു ഗോവ, ലണ്ടൻ ടു ഹൈദരാബാദ് വിമാനങ്ങളും എയർ ഇന്ത്യ റദ്ദാക്കിയതായി ബുക്കിംഗ് ഏജന്റുമാർ പറയുന്നുണ്ട്. ഇപ്പോൾ റദ്ദാക്കിയ നേരിട്ടുള്ള വിമാന സർവീസുകളിൽ പലതും സ്ഥിരമായി റദ്ദാക്കാൻ ഇടയില്ലെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. എയർ ഇന്ത്യക്ക് നല്ല വരുമാനം നേടിക്കൊടുക്കുന്ന സർവീസുകളാണ് ഇതിൽ പലതും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റദ്ദാക്കിയ ഈ നടപടി താൽക്കാലികം മാത്രമായിരിക്കും എന്നും അവർ പറയുന്നു. ഹീത്രൂ വിമാനത്താവളത്തിലെ സ്ലോട്ട് അലോക്കേഷൻ സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ചില സർവീസുകൾ എയർ ഇന്ത്യ റീഷെഡ്യൂൾ ചെയ്തേക്കും എന്നൊരു സൂചന ലഭിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു. സ്ലോട്ട് അലോക്കേഷൻ പ്രശ്നം പരിഹരിച്ചാൽ ഉടൻ തന്നെ ഈ സർവീസുകൾ പുനരാരംഭിച്ചേക്കും എന്നും സൂചനയുണ്ട്. 2023 ജനുവരിയോടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർവീസുകൾ പുനരാരംഭിച്ചാലും അവയുടെ ദിവസത്തിനും സമയത്തിനും മാറ്റം വരാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.